നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPI അമ്പലപ്പുഴ വിക്രമേണ് എളമാട് ലോക്കൽ സെക്രട്ടറി ശ്രീ തുടങ്ങിയവർ ഈ വേദിയിലേക്ക് എത്തേണ്ടതാണ്. ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ട സഖാക്കളെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കുറച്ചധികം സീറ്റ് കൂടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സഖാക്കളെല്ലാം ഈ സ്റ്റേജിന്റെ മുന്നിൽ വന്ന് ഇരിക്കണം. ഈ പൊതുയോഗം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പലംകുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് ഡി റിയാസിനെ ക്ഷണിക്കുന്നു. സഹാക്കളെ, പ്രിയപ്പെട്ട വട്ടപ്പാറ നിവാസികൾ, ചരിത്ര നിമിഷത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് വട്ടപ്പാറ ജംഗ്ഷൻ. നമുക്കറിയാം, ഞങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് മുതിർന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത്രയേറെ ഒരുക്കങ്ങളോടുകൂടി നടത്തിയ ഒരു സമ്മേളനം ഈ വട്ടപ്പാറയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മുതിർന്നവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് എസ് നൌഷാദാണ്. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് AIYFന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം, ഇതിന്റെ ഉദ്ഘാടനം കൂടിയായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് കെ സമദ്, CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാന്ത്വനാനിയൻ, CPIയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ഹരീവി നായർ, CPIയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും DKMന്റെ ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് A മുസ്തഫ, പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സഖാവ് J വിക്രമൻ, സഖാവ് MC വിനുകുമാർ, സഖാവ് യാസീൻ സാർ, പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ആയിട്ടുള്ള സഖാവ് ND നൌഷാദ്, സഖാവ് അഡ്വക്കേറ്റ് ജയന്തി ദേവി, സഖാവ് A നവാസ്, ഇളമാട് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായിട്ടുള്ള സഖാവ് ND നൌഷാദ്, സഖാവ് ശ്രീജിത്ത്, വെളുന്നല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് S അജിത്ത് വേദിയിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട ഈ യോഗ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കഴിയുന്ന സംവിധാനത്തിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണ്. ആ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്ക് അറിയാം നമ്മുടെ നേരിടുന്ന വെല്ലുവിളികൾ. ഇന്ത്യ മഹാരാജ്യം എടുക്കുകയാണെങ്കിൽ, ആ ഇന്ത്യ മഹാരാജ്യത്ത് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. ആ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന RSS ഭരണകൂടം ഇന്ത്യയിലെ മതവിഭാഗങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന, അതായത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ബംഗാൾ വിഭജനം നടത്തിയത്, അതിനേക്കാൾ ക്രൂരമായ രീതിയിലാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം നാം കണ്ടതാണ് പഹൽഗാം കൂട്ടക്കൊല. ആ കൂട്ടക്കൊലയിൽ അനവധിയായ ആളുകളാണ് മരിച്ചത്. ആ മരണം സംഭവിച്ചത് ഇവിടുത്തെ സൈന്യത്തിന്റെ പോരായ്മയാണെന്ന് സമ്മതിക്കുവാൻ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അനവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പോവുകയാണ്. CPIയുടെ അമ്പലംകുന്ന്
ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും അവസാനത്തെ ലോക്കൽ സമ്മേളനമാണ് അമ്പലമൊന്ന് ലോക്കൽ സമ്മേളനം. വളരെ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തെ കണ്ടത്. കാര്യം വട്ടപ്പാറ പോലുള്ള സ്ഥലത്ത് നമ്മൾ ഇത് വെക്കുമ്പോൾ എങ്ങനെ ഇത് വിജയിപ്പിക്കുമെന്നുള്ളൊരു ആശങ്കയൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ നല്ല ഒരുക്കത്തോടും നല്ല സംവിധാനങ്ങളോടും പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം, ഒരു പ്രകടനവും പൊതുസമ്മേളനവും ഇവിടെ നടത്താൻ നമുക്ക് കഴിഞ്ഞത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന മുഴുവൻ സഖാക്കളെയും ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത നൽകിയിരിക്കുന്ന CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും ആയിട്ടുള്ള സഖാവ് നൗഷാദിനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് AIYFന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം സഖാവ് അഡ്വക്കേറ്റ് KK സമദാണ്. സഖാവിനെ ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയെന്നുള്ള പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് സാംഗേഡ് അലിയനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ഹരീവി നായറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും BKVന്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് A മുസ്തഫയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് MC വിനുകുമാർ, സഖാവ് അബ്ദുൽ അസീസ്, സഖാവ് J വിക്രമൻ തുടങ്ങിയ സഖാക്കളെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് അനീഷ് വയ്യാനത്തിനെ ഈ തുടക്കം മുതൽ, ഈ പ്രവർത്തനത്തിന് തുടക്കം മുതൽ, സംഘാടക സമിതി രൂപീകരിച്ച കാലം മുതൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആദ്യം എല്ലാ സമയത്തും ഒരു മുഷിപ്പുമില്ലാതെ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ സഖാവ് J അനീഷ് വയ്യാനത്തിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇവിടെ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് പ്രകാശ്, സഖാവ് വിളുന്നല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് S അജിത്ത്, പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് ND ഇളമാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഈസ്റ്റ് LC സെക്രട്ടറി ND നൌഷാദ്, വെസ്റ്റ് LC സെക്രട്ടറി സഖാവ് ശ്രീജിത്ത്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് JD ദേവി, സഖാവ് A നവാസ്, സഖാവ് ഷീജ നൌഷാദ്, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെയും വിവിധ സംഘടനയും ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട സഖാക്കൾ മുഴുവൻ, ഈ സമ്മേളനം വീക്ഷിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കഥയിൽ നിന്ന് വിരമിക്കുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞാനൊരു രാഷ്ട്രീയപരമായ ഒരു പ്രസംഗത്തിന് ഈ വേദി ഉപയോഗപ്പെടുന്നില്ല. ഇന്നലെ കണ്ട അന്തരീക്ഷമല്ല ഇപ്പോൾ. നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് അന്തരീക്ഷം വളരെ മേഘാവൃതമായി നിൽക്കുക. അപ്പോൾ നമ്മുടെ പൊതുസമ്മേളനം ഗംഭീരവും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജനപങ്കാളിത്തോടു കൂടിയ സമ്മേളനം വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതിന് ഈ നാട്ടിലെ വട്ടപ്പാറ, അമ്പലമൊന്ന് പ്രദേശങ്ങളിൽ മനുഷ്യരോടാണ് നന്ദി പറയുന്നത്. അതിലെല്ലാ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതൊരു ക്യാമ്പയിൻ ഇട്ടാലും പരിപാടികൾ ആവിഷ്കരിക്കപ്പെട്ടാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും ഇരു കൈകളും കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള വലിയ കടപ്പാടുള്ള
നാടും മണ്ണുമാണ് ഈ വട്ടപ്പാറയും സമീപ പ്രദേശവും. സാമ്പത്തികമായി ആരോട് ചെന്ന് ചോദിച്ചാലും ഒരു മനുഷ്യനും ഇതിന് പണം തരില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, നാളെ പറയുമെന്ന് വിശ്വസിക്കുന്നുമില്ല. അതിന് പ്രധാന കാരണം ഈ പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരായാലും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായാലും അതുപോലെ പാർട്ടിയുടെ നേതാക്കന്മാരായാലും പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധികളായിട്ടുള്ള ആരായാലും ഈ നാടിനു വേണ്ടിയും ഈ സമൂഹത്തിനു വേണ്ടിയും ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന പാവപ്പെട്ടവരുടെ മണ്ണാണ് ഈ വട്ടപ്പാറയും സമീപ പ്രദേശവും. ഒരു കാലഘട്ടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷന് തൊട്ടടുത്ത 3 വാർഡുകൾ ഒരേ സമയത്ത് 3 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം സെന്ററാണ് ഇത് വട്ടപ്പാറ. 504 വാർഡും വട്ടപ്പാറയും മുളയറച്ചാലും. ആ ജനങ്ങളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ ഫലമായി ഗ്രാമപഞ്ചായത്തിന്റെ 2.5 വർഷക്കാലം ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഭരിക്കപ്പെടുന്നതിനും ജനങ്ങൾക്കാവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഈ ജനപ്രതിനിധികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സമീപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ തിരിച്ചുള്ള സമീപനവും ഈ നാടിന്റെ വികസനവും ഇന്നും ജനങ്ങൾ എല്ലാ കടത്തണ്ണകളിലും വീടുകളിലും ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. അതിന്റെ വസ്തുത ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ 3 വാർഡിലും തോറ്റുപോയി. ഒരു കാലഘട്ടത്തിൽ, ഒരു സന്ദർഭത്തിൽ അതിനെത്താൻ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, ഇവിടുത്തെ സാധാരണക്കാരനും പാവപ്പെട്ട ജനവിഭാഗത്തിനുമാണ് അതിന്റെ നഷ്ടമെന്ന ബോധ്യം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. നാളുകളിലും ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടുത്തെ ജനങ്ങളെയെല്ലാം ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് പരിപാടികൾക്കും ഇവിടെ നല്ല സന്മനസ്സോടുകൂടി പ്രവർത്തിക്കുവാനും സഹായിക്കപ്പെടാനും ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ ഈ നാട്ടിൽ നല്ല സപ്പോർട്ടുള്ള ജനവിഭാഗമാണ്. അപ്പൊ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ പറയുന്നത് ഉചിതമല്ല. കേന്ദ്ര ഗവൺമെന്റ് ഫാസിസമാണ്, വർഗീയ രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. 140 കോടി ജനതയാണ് ഇന്ത്യയിലുള്ളത്. ആ ഇന്ത്യയിലെ 140 കോടി ജനതയെ നയിക്കപ്പെടുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഗീയ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം അതിന്റെ രാഷ്ട്രീയ വിശദാംശങ്ങളെല്ലാം നേതാക്കന്മാർക്ക് പറയാൻ ധാരാളമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 8 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. അതിന്റെ നേട്ടങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് നാട്ടിലെ ജനങ്ങൾ. അതിൽ തിരുത്തേണ്ടതുകളുണ്ട്. അതിനെ തിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഇടതുപക്ഷത്തിൽ CPI. ഇടതുപക്ഷം ഭരിക്കപ്പെടില്ല. ഏതെങ്കിലും തെറ്റുകളോ വശംകടികളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് CPI എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ തിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നാളുകളിലും നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കപ്പെടുമ്പോൾ ആ പാർട്ടിയും നിങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും തീർച്ചയായും ഇവിടുത്തെ വികസനത്തിനും ഈ നാടിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിയെ ഇക്കാലഘട്ടത്തിൽ സഹായിക്കപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ അമ്പലങ്ങൾ ലോക്കൽ കമ്മിറ്റിയുടെ പ്രദേശത്തിലുള്ള ജനവിഭാഗത്തിനും അതിനപ്പുറത്തുള്ള ആൾക്കാരെ നമുക്ക് സഹായിച്ചുകൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനും പല പരിപാടി വിജയിപ്പിക്കുന്നതിനും പ്രത്യേകിച്ചും വട്ടപ്പാറ നിവാസികളെ, മുളയർച്ച നിവാസികളെ, 504 നിവാസികളെ, മീയന നിവാസികളെ ഇതെല്ലാം കൂടെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവർക്കെല്ലാം ഈ പ്രകടനത്തിൽ ഈ സമ്മേളനം നടത്തുന്നതിൽ സഹകരിച്ച എല്ലാവർക്കും, സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി AYFന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KK സമദനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പൊതുസമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി, BKMയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് മുസ്തഫ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സഖാക്കൾ, ജനാധിപത്യ മതേതര വിശ്വാസി, പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ വെച്ച് നടക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെമ്പാടുമുള്ള ഘടക സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഇന്ത്യയിൽ കണക്ക് പ്രകാരം ഏകദേശം 3000-ഓളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെടാത്തതും രജിസ്റ്റർ ചെയ്യപ്പെട്ടതും ഒക്കെയായി. ആ പാർട്ടികളിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ അതിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിമർശന വിധേയമായി പരിശോധിക്കുകയും വരാനിരിക്കുന്ന കാലത്ത് ആ പാർട്ടിയെ നയിക്കാനുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിനുൾപ്പെടെ ആ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ അംഗത്തിനുൾപ്പെടെ ജനാധിപത്യപരമായി അഭിപ്രായം പറയാൻ കഴിയുന്ന ഇന്ത്യയിലെ അത്യപൂർവം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് CPI എന്ന അഭിമാന ബോധത്തോടു കൂടിയാണ് ഈ സംഘടനാ സമ്മേളനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മലപ്പുറത്ത് വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന്റെ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുക ഇവിടെ കേരള സംസ്ഥാനത്ത് വെച്ചാണ്. ഈ കൊല്ലത്ത് കോൺഗ്രസിന് DCC അധ്യക്ഷനുണ്ട്. ആ DCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഈ വട്ടപ്പാറ ജംഗ്ഷനിലെ ഏതെങ്കിലും കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾക്ക് വല്ല അഭിപ്രായം പറയാനുമുള്ള സാഹചര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇപ്പൊ KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന ചർച്ച വല്ലാതെ ചടങ്ങുകൾ വല്ലാതെ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. K. സുധാകരനോട് ചോദിച്ചാലും പറയും, K. മുരളീധരനോട് ചോദിച്ചാലും പറയും, എനിക്കൊന്നും അറിയില്ല, അവിടുന്ന് മൂളന്ന് വരും, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ്. പക്ഷേ അന്തസ്സോടെ അഭിമാനത്തോടെ CPI-കാരന് പറയാൻ കഴിയും, മുകളിൽ നിന്ന് വരുന്നവരല്ല, ഈ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ അംഗത്തിനുൾപ്പെടെ അഭിപ്രായം പറയാൻ കഴിയുന്ന ജനാധിപത്യ സമ്പ്രദായത്തിന് അത്രമേൽ പ്രാധാന്യം നൽകുന്ന, കൃത്യമായ ഇടവേളകൾക്കിടയിൽ സംഘടനാ സംവിധാനങ്ങൾ പൂർത്തീകരിക്കുന്ന ഇന്ത്യയിലെ അത്യപൂർവം വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് അഭിമാന ബോധത്തോടു കൂടിയാണ് ഈ സമ്മേളന കാലയളവിൽ നമ്മൾ പറയുന്നത്. ഈ പാർട്ടി രൂപീകരിച്ച കാലം മുതൽ നിരോധനമില്ലാത്ത കാലത്ത് കൃത്യമായി ഈ സംഘടനാ സംവിധാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം കൂടിയാണ്. 1925 ഡിസംബർ മാസം 26 മുതൽ 28 വരെ കാൺപൂരിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ പിറന്നു വീഴുന്നത്. ഭാഗ്യമോ നിർഭാഗ്യമോ നമ്മുടെ അഭിപ്രായത്തിനും നമ്മുടെ ആശയത്തിനും ഘടകവിരുദ്ധമായ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ അതേ കാലത്ത് അതേ വർഷത്തിൽ ഇന്ത്യയിൽ പിറന്നു വീണു. 1925 സെപ്റ്റംബറിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS ഇന്ത്യയിൽ പിറന്നു വീണതും അതേ കാലത്താണ്. ചരിത്രം അങ്ങനെയാണ്. ചില ഘട്ടങ്ങളിൽ വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് പ്രസവിക്കും. അങ്ങനെ 1925 എന്ന് പറയുന്ന വർഷം ഇന്ത്യ 2 വൈരുദ്ധ്യങ്ങളെ പ്രസവിച്ച കാലമാണ്. അതിലൊന്ന് RSS ആണ്, മറ്റൊന്ന് ഇന്ത്യയിലെ ജനകോടികളുടെ വിശ്വസ്തമായ, ഇന്ത്യയിലെ മനുഷ്യരുടെ മോചന പോരാട്ടത്തിന്റെ പാതയിൽ സമാനതകളില്ലാത്ത ചരിത്രത്തിന്റെ പാരമ്പര്യം പോരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നോക്കൂ, നിങ്ങൾ ഇന്ത്യയിൽ CPI രൂപീകരിക്കുമ്പോൾ
അന്നത്തെ കാലത്ത് കോൺഗ്രസ് ഇന്ത്യയിൽ നിലവിലുണ്ട്. 1885 കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ട്. 925 CPI രൂപീകരിക്കുന്നത്. CPI രൂപീകരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ സർവ്വേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ട്. ഈ മുസ്ലിം ലീഗ് അല്ല, ഈ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്ത 1906 രൂപീകരിച്ച സർവ്വേന്ത്യ മുസ്ലിം ലീഗ് അന്ന് ഇന്ത്യയിലുണ്ട്. 920 രൂപീകരിച്ച ഹിന്ദു മഹാസഭ അന്ന് ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇന്ത്യ ഭരിച്ച സാമ്രാജ്യത്വ ഭരണകൂടത്തിന് കോൺഗ്രസിനോടില്ലാത്ത, ലീഗിനോടില്ലാത്ത, ഹിന്ദു മഹാസഭയോടില്ലാത്ത കടുത്ത വൈരാഗ്യവും കടുത്ത അമർഷവും കടുത്ത ശത്രുതാപരമായ നിലപാടുമാണ് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആ കാലത്ത് സ്വീകരിച്ചത്. പിറന്നു വീണത് 925 പിറന്നു വീഴുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്ന കാലത്തുൾപ്പെടെ ഇതിന്റെ നേതാക്കന്മാരെ പെഷവാർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ് എന്നിങ്ങനെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പിറവിയിലെ ഇതിനെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാൻ കാരാഗൃഹത്തിൽ ഇതിന്റെ നേതാക്കന്മാരെ അയച്ച് പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തിയ ആ ഘട്ടത്തിൽ സാമ്രാജ്യത്വം ആ ശ്രമം ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിനോടില്ലാത്ത രാഷ്ട്രീയ വൈരാഗ്യം? എന്തുകൊണ്ടായിരിക്കും അന്നത്തെ മുസ്ലിം ലീഗിനോടില്ലാത്ത രാഷ്ട്രീയ വൈരാഗ്യം? എന്തുകൊണ്ടായിരിക്കും അന്നത്തെ ഹിന്ദു മഹാസഭയോടില്ലാത്ത ഒരു വൈരാഗ്യവും അമർഷവും ഒരു ഭയവും സാമ്രാജ്യത്വത്തിന് ഈ ചുവന്ന കൊടിപിടിച്ച കമ്മ്യൂണിസ്റ്റുകാരനോട് തോന്നാനുണ്ടായ സാഹചര്യം എന്താ? സാമ്രാജ്യത്വത്തിന്റെ ഭരണകർത്താക്കൾക്കറിയാം, കോൺഗ്രസിനെ പോലെയോ സർവേന്ത്യ ലീഗിനെ പോലെയോ ഹിന്ദു മഹാസഭയെ പോലെയോ ഉള്ള ഒരു പ്രസ്ഥാനമല്ല 925 ഡിസംബർ മാസം 26 മുതൽ 28 വരെ കാൺപൂരിൽ പിറന്നു വീണത് എന്ന ഉത്തമമായ ബോധ്യം ലോകരാഷ്ട്രീയം അറിയുന്ന സാമ്രാജ്യത്വത്തിന് അറിയാമായിരുന്നു. ഈ ചുവന്ന കൊടിപിടിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ലോകത്തെല്ലായിടത്തും മാനവികതയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവനാണ്. ലോകത്ത് എവിടെ പട്ടിണി കിടക്കുന്നുണ്ടോ, ലോകത്തിൽ എവിടെ മനുഷ്യൻ ലഘുവൽക്കരിക്കപ്പെടുന്നുണ്ടോ, ലോകത്തിൽ എവിടെ മനുഷ്യൻ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെടുന്നുണ്ടോ, ലോകത്തിൽ എവിടെ മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, ലോകത്തിൽ എവിടെ ദരിദ്ര നാരായണന്മാർ അനുകൂലിക്കപ്പെടുകയും ജീവിതത്തിന്റെ മുഖ്യധാരകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ടോ, അത് ലോകത്തിൽ എവിടെയുള്ള മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ പട്ടിണിയോട്, ആ മനുഷ്യന്റെ പീഡനങ്ങളോട്, ആ മനുഷ്യന്റെ ദുരിതങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമാനതകളില്ലാത്ത മാനവികതയുടെ രാഷ്ട്രീയത്തിന്റെ മഹത്തായ ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ രാജ്യത്ത് പിറന്നു വീഴുന്നതെന്നും നാളെ ഹിന്ദുവിനെയും മുസൽമാനെയും ജൈനിനെയും പാർസിയെയും സിഖുകാരനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും ഇങ്ങനെ ഒരുമിച്ച് ഒരു വേദിയിൽ മതം ചോദിക്കാതെ, ജാതി ചോദിക്കാതെ, പരസ്പരം കത്തിയെടുത്ത് പൊട്ടി വളർത്താതെ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ മനുഷ്യനെ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുത്താൻ കഴിയുന്ന ഇന്ത്യയിലെ പ്രസ്ഥാനമായി പ്രസ്ഥാനം വളരുമെന്നും വിഭജന രാഷ്ട്രീയത്തോട്, മതാന്ധതയുടെ രാഷ്ട്രീയത്തോട്, വേർതിരിവിന്റെ രാഷ്ട്രീയത്തോട് കോൺഗ്രസിനും ലീഗിനും പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് മനുഷ്യനെ കൂട്ടിയിരുത്താൻ ഈ ചുവന്ന കൊടിപിടിച്ച കമ്മ്യൂണിസ്റ്റുകാരന് സാധ്യമാകുമെന്ന ബോധ്യത്തിൽ നിന്നാണ് കോൺഗ്രസിനോടില്ലാത്ത, ലീഗിനോടില്ലാത്ത എതിർപ്പ്, ഹിന്ദു മഹാസഭയോടില്ലാത്ത എതിർപ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആ രാജ്യത്ത് ആ കാലത്തെ സാമ്രാജ്യത്വത്തിന്റെ ഭരണകൂടം കാണിച്ചത്. എത്ര പോരാട്ടങ്ങൾ, എത്ര സമരങ്ങൾ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമ്പാദന നാൾവഴികൾ, അതിതീക്ഷണമായ പോരാട്ടത്തിന്റെ നാളുകൾ, ലോകത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നടന്നത്. ലോകത്തിലെ രാജ്യങ്ങളിലെ ചരിത്രങ്ങളിൽ എവിടെയും 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന ഒരു ജനതയുടെ മോചന പോരാട്ടത്തിന്റെ കഥയില്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ നോക്ക്, കയ്യൂരും കരിവള്ളൂരും മുനയംകുന്നും കാവുമ്പായും ഓഞ്ചിയും പുന്നപ്രയും വയലാറും തേപ്പാലയും തെലങ്കാനയും മന്തിക്കാടുമെല്ലാം ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും പാഠപുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ടതോ ഏതെങ്കിലും ഭൂപടങ്ങളിൽ എഴുതി വെക്കപ്പെട്ടതോ ആയ വെറും സ്ഥലനാമങ്ങളല്ല. ഈ രാജ്യത്തിന്റെ ജന്മിത്വത്തിനെതിരായി, നാടുവാഴിത്വത്തിനെതിരായി, രാജ്യത്തിന്റെ സാമ്രാജ്യത്വ ഭരണകൂടത്തിനെതിരായി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ ഒരു കൊടിക്കൂടക്ക് കീഴിൽ അണിയിരത്തി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ ഇതിഹാസ തുല്യമായ പോരാട്ടത്തിന്റെ നാൾവഴികളിൽ മനുഷ്യൻ ഈ രാജ്യത്തെ സാമ്രാജ്യത്വ ഭരണകൂടത്തിന്റെ വെടിയേറ്റ് പടഞ്ഞു വീണ് മരിച്ച അവരെ തൂക്കിലെത്തിയ ഇതിഹാസ തുല്യമായ പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്ന, ചരിത്രത്തിൽ സുവർണ രേഖകൾ കൊണ്ട് എഴുതി വെക്കപ്പെട്ട മനുഷ്യൻ മാനവമോചന പോരാട്ടത്തിന്റെ നാൾവഴികളിൽ പടഞ്ഞു വീണ് മരിച്ച ഇടങ്ങളുടെ പേരുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാന സ്തംഭങ്ങളായ കയ്യൂരും
മാവൂരും കരിവള്ളൂരും മുനയംകുന്നും കാവുമ്പായും മോഞ്ചിയും പുന്നപ്രയും വയലാറും മന്തിക്കാടും തേഭാഗയും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള 100 പോരാട്ടത്തിന്റെ ഇടങ്ങളിൽ എത്ര പേർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സമ്പാദന നാൾവഴികളിൽ പിടഞ്ഞു മരിച്ചു. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഭിമാനത്തോടുകൂടി CPI-കാരന് പറയുവാൻ കഴിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന നാൾവഴികളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ ചരിത്രത്തിന്റെ പങ്കുപറ്റാൻ അവകാശമുണ്ടെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ആ പങ്കുപറ്റാൻ അവകാശമുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ. അത് ഈ 100 വയസ്സ് പൂർത്തീകരിക്കുന്ന CPI ആണ് എന്ന് അഭിമാന ബോധത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. എത്രയെത്ര പോരാട്ടങ്ങൾ, എത്ര സമരങ്ങൾ, എത്ര രക്തസാക്ഷിത്വങ്ങൾ. ഇന്ത്യയിലെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോ ചില ആളുകൾ നമ്മളെ ആക്ഷേപിക്കാറുണ്ട്. ഞാനൊക്കെ മലപ്പുറത്ത് വരുമ്പോ സ്വാഭാവികമായും പറയും, നിങ്ങൾ എവിടെയാ? ആൾക്കാർ കുറച്ച് കൊല്ലത്തുണ്ട്, കുറച്ച് ആലപ്പുഴയുണ്ട്, പിന്നെ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. കയ്യോ രക്തസാക്ഷികളെ കാണുന്നതിന് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കൃഷ്ണപിള്ളയും ദേശീയ സെക്രട്ടറി സഖാവ് PC ജോഷിയും കയ്യൂരിലെ രക്തസാക്ഷികളെ കാണുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ പോകുന്ന ഒരു ചരിത്ര സംഭവം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പവും അബൂബക്കറും കുഞ്ഞമ്പവും ചിരുകണ്ഠനും 20-നും 25-നും വയസ്സ് മധ്യേ പ്രായമുള്ളവർ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതിഹാസതുല്യമായ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ കർഷകരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജന്മിത്വത്തിനെതിരായി, നാടുവാഴിത്വത്തിനെതിരായി ഈ നാട്ടിലെ മനുഷ്യർ സംഘടിപ്പിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ പേരിലാണ് അപ്പവും അബൂബക്കറും കുഞ്ഞമ്പവും ചിരുകണ്ഠനും ഉൾപ്പെടെയുള്ള 4 ചെറുപ്പക്കാരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ചത്, അവരെ ജയിലിൽ അടച്ചത്, ശിക്ഷ വിധിച്ചത്. അവരെ കാണാൻ സഖാവ് കൃഷ്ണപിള്ളയും PC ജോഷിയും കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ചെല്ലുകയാണ്. നിങ്ങൾ നോക്കൂ, 20-നും 25 വയസ്സിനും മധ്യ പ്രായമുള്ള 4 ചെറുപ്പക്കാർ നാളെ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാർ സൂര്യൻ ഈ നട്ടുച്ച നേരത്ത് അസ്തമിക്കുന്നത് പോലെ ഒരു പൂ വിടർന്നു വരുമ്പോ അങ്ങ് ഞെട്ടച്ച് വീഴുന്നത് പോലെ നാളെ നേരം പുലരുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ഈ ചെറുപ്പക്കാർ, ചോരത്തിളപ്പുള്ള ഈ മധ്യ വയസ്സ് പ്രായമുള്ള 20-നും 25-നും മധ്യ വയസ്സ് പ്രായമുള്ള ഈ 4 ചെറുപ്പക്കാർ ബ്രിട്ടീഷുകാരന്റെ കൊലക്കയറിലേക്ക് നടന്നു പോകേണ്ടി വരുമല്ലോ എന്ന് കേട്ടപ്പോ സഖാവ് കൃഷ്ണപിള്ളയുടെ കണ്ണുകൾ സജലങ്ങളായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ധീരതയുടെ മുമ്പിൽ പര്യായങ്ങളില്ലാത്ത പേരാണ് സഖാവ് P കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. സ്ഥൈര്യത്തിന്റെ പേരിൽ ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പേരുള്ള നേതാവാണ് സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ധീരതയുടെയും സ്ഥൈര്യത്തിന്റെയും പര്യായമായ സഖാവ് കൃഷ്ണപിള്ള അപ്പുവിന്റെയും അബൂബക്കറിന്റെയും കുഞ്ഞമ്പുവിന്റെയും ചിരുകണ്ഠന്റെയും തിളക്കമുള്ള കണ്ണിലേക്ക് നോക്കിയപ്പോ സഖാവ് കൃഷ്ണപിള്ളയുടെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. സഖാവ് അബൂബക്കർ സഖാവ് കൃഷ്ണപിള്ളയുടെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, എത്രേ സഖാവെ പോയി പറയണം, ഞങ്ങളുടെ കുടുംബത്തോട് പറയണം, ഈ നാടിനോട് പറയണം, പ്രിയപ്പെട്ട സഖാക്കളോട് പറയണം, ഈ രാജ്യത്തോട് പറയണം, നാളെ നേരം പുലരുമ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് നീട്ടിപ്പിടിക്കുന്ന കൊലക്കയറിലേക്ക് ഞങ്ങൾ നടന്നു പോകുന്നത് മാത്രമല്ല, ഇനിയൊരു 1000 ജന്മം കൂടി തന്നാലും പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി ആ ജന്മങ്ങളെയെല്ലാം സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ നാടിനോട് പോയി പറയണമെന്ന് പറഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരന്റെ കൊലക്കയറിലേക്ക് പുലിയാത്ത ശിരസുമായി ഇംഗുലാമിന്റെ മന്ത്രധ്വനികൾ വിട്ടുചുരുട്ടി ആകാശത്തേക്ക് വിളിച്ച് അപ്പവും അബൂബക്കറും കുഞ്ഞമ്പുവും ചിരുകണ്ഠനും നടന്നുപോയപ്പോ അവർ പിടിച്ച കൊടിയുടെയും നിറം ഈ ചുവപ്പായിരുന്നു. അവരുടെ അംഗത്വമുള്ള പാർട്ടിയുടെ പേരും CPI എന്നായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ വേണ്ടി കഴിയും. ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ, രക്തസാക്ഷിത്വത്തിന്റെ, സമാനതകളില്ലാത്ത സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ, പ്രക്ഷോഭത്തിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ അത്യപൂർവം പാർട്ടികളിൽ ഒന്നാണ് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അതിന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് നടന്നു പോവുകയാണ്. ഇതിനോടൊപ്പം പറന്നു വീണതാണ് ഈ രാജ്യത്ത് RSS. RSSനും 100 വയസ്സാകുന്നു, CPIക്കും 100 വയസ്സാകുന്നു. RSS 1925 ഇന്ത്യ രൂപീകൃതമാകുമ്പോ അവരൊരു പ്രമേയം ഈ രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രമേയം എന്താ? 100 വർഷം ഞങ്ങൾ പൂർത്തീകരിക്കുമ്പോ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമല്ല, ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റുമെന്നാണ്. ഹിന്ദു രാഷ്ട്രവും ഹിന്ദുത്വ രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ നമ്മൾ ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. ഹിന്ദുത്വ രാഷ്ട്രവും ഹിന്ദു രാഷ്ട്രവും രണ്ടും രണ്ടാണ്. ഹിന്ദു രാഷ്ട്രത്തിൽ എല്ലാ ഹിന്ദുക്കളും ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല.
RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ എല്ലാ ഹിന്ദുക്കളുമുണ്ട്, എല്ലാ ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട് എന്ന് നാം കരുതേണ്ടതില്ല. അവിടെ അവർക്ക് ആവശ്യമുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാലനുമായി ജാതികളാൽ ഉപജാതികളാൽ 3000 കോടി ദൈവങ്ങളുള്ള ഈ രാജ്യത്ത് ഇന്നലകളിലെ ഇരുണ്ട കാലത്ത് ജാതികൾ കൊണ്ട് ഉപജാതികൾ കൊണ്ട് ഈ നാട്ടിൽ മനുഷ്യന് തലയുയർത്തി നടക്കാൻ കഴിയാത്ത ആ കാലഘട്ടത്തെ ആഗ്രഹിക്കുന്ന, മനുസ്മൃതിയുടെ കാലത്തേക്ക് ഇന്ത്യയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആശയത്തെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്കുകൊണ്ട് RSS മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രത്തെ ഞങ്ങൾ 100 വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്ന് RSS 1925 എടുത്ത തീരുമാനമാണ്. ആ രാഷ്ട്ര സംസ്ഥാപനത്തിലേക്കുള്ള വഴിയാണ് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2014 തുടങ്ങിയതാണ് നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യയിൽ. ആ ഭരണം അതിന്റെ എല്ലാ അടയാളങ്ങളും കാണിക്കുന്നു. ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന കാര്യത്തിൽ അളന്ന് തൂക്കി നോക്കി പരിശോധിക്കേണ്ട ഒരു സാഹചര്യവും ഇന്ത്യയിലാകത്തില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഈ രാജ്യത്ത് ഒരു രക്ഷണമൊത്ത ഫാസിസ്റ്റ് ഗവൺമെന്റായി ഇന്ത്യയിൽ RSSന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 3ാം വട്ടവും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഈ അപകടത്തെ, ഈ ചർച്ചകളെ, ഈ സംവിധാനങ്ങളെ എങ്ങനെ ഇന്ത്യയിൽ മറികടക്കാൻ വേണ്ടി കഴിയും? ഇതാണ് ഇന്ത്യയിലെ സമ്മേളനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി നമ്മുടെ മുമ്പിലുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ നടക്കുന്ന എല്ലാ ചർച്ചകളും RSSും സംഘപരിവാറും ഈ രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എല്ലാ ചർച്ചകളും നമ്മുടെ മനുഷ്യ മനസ്സുകളുടെ വൈകാരികമായ തലങ്ങളെ സ്പർശിക്കുന്ന ചർച്ചകളാണ്. നിങ്ങളിപ്പോ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു പഹൽഗാമിലെ ഭീകരവാദം. നമ്മുടെ പ്രസംഗങ്ങളിൽ പോലും നമ്മുടെ വിഷയത്തിനകത്ത് മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലൂടെ സഞ്ചരിച്ചവർക്കറിയാം, നോക്കത്താ ദൂരത്തോളം പാടങ്ങളാണ്, കൃഷിയിടങ്ങളാണ്. ഉത്തരേന്ത്യയിലെ വടക്കോട്ട് സഞ്ചരിക്കുമ്പോ, ട്രെയിനിലിരുന്ന് സഞ്ചരിക്കുമ്പോ ഏക്കറക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് മനുഷ്യൻ നെല്ലുമുറിയെ പണിയെടുക്കുന്ന ഗോതമ്പ് പാടങ്ങൾ വളഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഉള്ളിപ്പാടങ്ങൾ വളഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ രാജ്യത്തെ 142 കോടി വരുന്ന മനുഷ്യരെ ഉണ്ണിക്കുകയും മൂട്ടുകയും ചെയ്യുന്ന, കർഷകൻ അധ്വാനിക്കുന്ന ഏക്കറക്കണക്കിന് കിലോമീറ്റർ കണക്കിന് നീണ്ടു നിൽക്കുന്ന ഈ രാജ്യത്തെ പാടശേഖരങ്ങളിൽ അധ്വാനിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കർഷകരുണ്ട്. ആ കർഷകർ ഇന്ത്യ മഹാരാജ്യത്ത് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭം പോയിട്ട് മുതല് പോലും ലഭിക്കില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോ വീട്ടിലെ മാംസളമായ സ്ത്രീ ശരീരമുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ഭാര്യമാരെ ബോംബെയുടെ, ഡൽഹിയിലെ, ഹൈദരാബാദിന്റെ മെട്രോപൊളിറ്റൻ സിറ്റികളിലെ ചുവന്ന തെരുവുകളിലേക്ക് കൊണ്ടുപോയി അന്നന്നത്തെ ഭക്ഷണത്തിനുള്ള വക തേടുന്നു എന്ന ഭീകരമായ, ഭീതിജനകമായ കണക്കുകളും വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ ഈ രാജ്യത്ത് പുറത്തുവിടുന്നു. 7.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഈ നാട്ടിലെ 5 വയസ്സ് പൂർത്തീകരിച്ച മക്കളുള്ള അച്ഛനമ്മമാരെ തർക്കമാണ്. അവർക്ക് ഏത് സ്കൂളിലെ മക്കളെ പഠിപ്പിക്കണമെന്ന തർക്കമാണ്. മലയാളിയുടെ മക്കൾ 5 വയസ്സ് പൂർത്തീകരിക്കുമ്പോ ഏത് സ്കൂളിൽ വിടണമെന്ന തർക്കമാണ് അച്ഛനും അമ്മയും വീട്ടിൽ കാണിക്കാറ് സാധാരണഗതിയിൽ. എന്റെ പ്രിയമുള്ളവരെ, ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്ക് ഈ രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ ഗ്രാമാന്തരങ്ങളിൽ തങ്ങളുടെ കുട്ടികൾ വളർന്ന് ബാല്യകൗമാരങ്ങൾ, യൗവനങ്ങൾ പിന്നിടുമ്പോഴും അക്ഷരങ്ങൾ എന്തെന്ന് പഠിക്കാൻ, അക്ഷരത്തിന്റെ അറിവിന്റെ മഹാവിഹായസിലേക്ക് കവാടം തുറക്കാൻ ചെന്ന് കയറാൻ ഒരു സ്കൂളില്ലാതെ, അക്ഷരാഭ്യാസത്തിന്റെ അധ്യക്ഷരം നുകരാൻ ഭാഗ്യം ലഭിക്കാതെ ഈ നാട്ടിലെ പാടശേഖരങ്ങളിലേക്ക്, പണിശാലകളിലേക്ക്, ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ബാല്യകൗമാരങ്ങളിൽ ജോലിക്ക് പോകുന്ന അക്ഷരാഭ്യാസം ലഭിക്കാത്ത നിരക്ഷരരായ കോടാനകോടി കുട്ടികൾ അധിവസിക്കുന്നു. 7.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ 9 ആണ്ട് പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിനകത്ത് 15 കൊല്ലത്തേക്ക് പൂർത്തീകരിക്കാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്ത് പറന്നു വീഴുന്ന കുട്ടികളിൽ 2.5% വരുന്ന കുട്ടികൾ പോലും 5 വയസ്സ് പൂർത്തീകരിക്കുന്നില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈ രാജ്യത്ത് ഒരു വർഷം 1 കോടി കുട്ടികൾ പറന്നു വീണാൽ
2.5 ലക്ഷം വരുന്ന കുട്ടികൾ 5 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നു. ശിശുമരണ നിരക്ക് 2.5% ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് ഔദ്യോഗികമായ കണക്കുകൾ നമ്മോട് പറയുന്നു. നോക്കൂ, ഈ വൈദ്യുതിയുടെ വെട്ടമില്ലാതെ മലയാളിക്ക് ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല. വൈദ്യുതി ഒരു മണിക്കൂറിൽ പോയാൽ വല്ലാത്ത ആവലാതിയാണ്. വൈദ്യുതിയുടെ വെട്ടെന്തെന്ന് കാണാത്ത, വൈദ്യുതി കാലെന്തെന്ന് കാണാത്ത ആയിരക്കണക്കിന് ഗ്രാമാന്തരങ്ങൾ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. മൺചരാതിന്റെ വെട്ടത്തിൽ തലമുറകൾ തങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഉത്തരേന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലുണ്ട്. 7.5 പതിറ്റാണ്ട് പിന്നിട്ട സ്വതന്ത്രാനന്തര ഭാരതത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയുക. 2008 നോട്ട് നിരോധനം 6 മാസം കഴിഞ്ഞിട്ടും അറിയാത്ത ഗ്രാമവാസികളുള്ള നാടാണ് 7.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ സ്വതന്ത്രാനന്തര ഭാരതം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ രാജ്യത്ത് പട്ടിണിക്കാരന്റെ എണ്ണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക സാമ്പത്തിക ശക്തികളിൽ 1-ാം സ്ഥാനത്തേക്കുള്ള വഴിയിലാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ത്യയിലെ ലോകരാജ്യങ്ങളുടെ പട്ടിണി സൂചികയിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിൽ പട്ടിണി കിടന്ന് ഇന്ന് നേരം കൊടുത്തതിന് ശേഷം ഞാനും നിങ്ങളും എത്ര നേരം ഭക്ഷണം കഴിച്ചു? രാവിലെയും ഉച്ചക്കും വൈകുന്നേരം മാത്രമല്ല, അതിനിടയിൽ ചായ കഴിക്കുന്നവർ, ജ്യൂസ് കഴിക്കുന്നവർ, വെക്കുമുട്ട് ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ട് അസുഖം ബാധിച്ച് ചികിത്സിച്ച് ചേടുന്ന മലയാളി ഈ സമ്മേളനത്തിനകത്തിരുന്ന് ഒരുപാട് ചിന്തിക്ക് ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഈ നാട്ടിൽ പട്ടിണി കൊണ്ട് മനുഷ്യർ മരിക്കുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന് എന്റെയും നിങ്ങളുടെയും 7.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ സ്വതന്ത്രാനന്തര ഭാരതമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ പത്രപ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. അവർക്ക് ഈ നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അവകാശമുണ്ട്. 180 രാജ്യങ്ങളിലെ കണക്കെടുത്തപ്പോ മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന 159ാമത്തെ രാജ്യം മാത്രമാണ് ഇന്ത്യ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. 7.5 പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട കണക്ക് 2002 ഗുജറാത്ത് കലാപവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിലെ കലാപവും ഉൾപ്പെടെ 4000-ഓളം വരുന്ന വർഗീയ കലാപങ്ങളാണ് ഈ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ 2014 ശേഷം നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ നടന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒരു വർഗീയ കലാപം എന്ന് പറഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1-ാമത്തെ പേജിലെ ഒരു ചിത്രമാണ്, ഒരു കരിഞ്ഞ കടയുടെ ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു തീ പൊള്ളലേറ്റ മനുഷ്യന്റെ ചിത്രമാണ്. അതിനപ്പുറത്തേക്ക് വർഗീയ കലാപം നമ്മുടെ മനസ്സിലില്ല.
നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമായി രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങളുടെ എണ്ണം 4000-ൽ പരമാണ് എന്ന് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒരു വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കൊല്ലത്ത് നിന്ന് ഈ അങ്ങാടിയിൽ വെച്ച് വർത്തമാനം പറയുമ്പോൾ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയുക സാധ്യമാണ്, നമുക്ക് ആലോചിക്കുക അസാധ്യമാണ്. ഒരു വർഗീയ കലാപം ഒരു നാട്ടിനകത്ത് നടക്കുമ്പോൾ ആ നാടിന്റെ സംസ്കാരം, ആ നാടിന്റെ സംസ്കൃതി, ആ നാടിന്റെ ആത്മാവ് അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. ഈ അങ്ങാടിയിലെ ചായക്കടയിൽ പതിറ്റാണ്ടുകളായി ഒരുമിച്ച് തോളിൽ കൈയിട്ട് വർത്തമാനം പറഞ്ഞിരുന്ന മനുഷ്യർ പരസ്പരം വഴിപാട് കൊണ്ട് ഗടച്ഛേദം നടത്തുന്നത് നിങ്ങൾക്ക് ആലോചിക്കുക സാധ്യമാണ്. ഡൽഹി വർഗീയ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആ കലാപബാധിത പ്രദേശത്തെ പാൽക്കച്ചവടക്കാരനാണ്. ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോ അദ്ദേഹത്തോട് ഭാര്യ പറഞ്ഞു, ഇന്ന് കട തുറക്കണോ? അദ്ദേഹം പറഞ്ഞു, കലാപം മറ്റു സ്ഥലത്തല്ലേ, നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലല്ലോ. പിന്നെ സ്ഥിരമായി പാല് വാങ്ങാൻ വരുന്നവർക്ക് വലിയ പ്രയാസമാണ്. ആ മനുഷ്യൻ വിശദീകരിക്കുന്നു, ഞാൻ എല്ലാ ദിവസവും കട തുറക്കുന്നത് പോലെ രാവിലെ 4-4:30 മണിയോടെ വന്ന് കട തുറന്ന് പാൽ വാങ്ങാൻ വേണ്ടി വരുന്നവരെ കാത്തിരിക്കുമ്പോ എന്റെ കാതിലൊരു അലർച്ച കേൾക്കുകയാണ്. അതൊരാൾക്കൂട്ടത്തിന്റെ അലർച്ചയായിരുന്നു. അവർ ഓടിപ്പിടിച്ച വഴിപാടുകളുമായി എന്റെ കടയുടെ തെരുവിലൂടെ നടന്നു വരുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു. എന്റെ മനസ്സിലേക്ക് ഒരു പേടി വല്ലാതെ അരിച്ചു കയറാൻ തുടങ്ങി. വരുന്നവർ എനിക്ക് അപരിചിതരായിരുന്നില്ല. ആ വരുന്നവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ 10-20 കൊല്ലക്കാലമായി എന്റെ കയ്യിൽ നിന്ന് പാൽ വാങ്ങാൻ വന്നിരുന്നവരുൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ എന്റെ കാലിന്റെ തള്ളവരിൽ നിന്ന് തലവരെ ഒരു പെരുപ്പ് പതുക്കെ അരിച്ചു കയറാൻ വേണ്ടി തുടങ്ങി. ഇന്ന് കട തുറക്കാൻ പോകണമോ എന്ന് എന്നോട് ചോദിച്ച് എന്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖം എന്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നയാൾ പറയുന്നു. അവർ വന്നത് എന്റെ കടയുടെ നേരെയായിരുന്നു. എന്റെ കടയിലേക്ക് പാഞ്ഞു കയറിയ എന്നെ അവർ ആ വടിവാള് കൊണ്ട് വെട്ടുമ്പോ ഞാൻ അവരുടെ മുഖത്തെ രൗദ്രഭാവം തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്റെ മകയിൽ നിന്ന് കഴിഞ്ഞ എത്രയോ വർഷമായി പാൽ വാങ്ങിയ ഇതര സഹോദരങ്ങൾ. ആ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യന്റെ അനുഭവ പാഠമാണ് ഞാൻ എന്റെ സുഹൃത്ത് സഖാക്കളോട് പറയുന്നത്. ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഒരു വർഗീയ കലാപത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ഒരു പക്ഷേ ഈ കേരളത്തിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ നമുക്ക് പറയുക അസാധ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിൽ വർഗീയ കലാപങ്ങൾ കൊണ്ട് വർഷാവർഷത്തിൽ മനുഷ്യർ ഒരു നാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോകുന്ന, വർഗീയ കലാപത്തിന്റെ പേരിൽ ആളുകൾ പലായനം ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പലായനം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി നമ്മുടെ ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക. തങ്ങളുടെ പ്രിയപ്പെട്ട ഭവനങ്ങളുള്ള നാടിൽ നിന്ന്, തങ്ങളുടെ ഉപ്പൂപ്പമാര് മറമാടപ്പെട്ടു പോയ നാടിൽ നിന്ന്, തങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെയുടെ തലമുറ കളിച്ചു വളരണമെന്ന് പറയുന്ന മണ്ണ് നിലനിൽക്കുന്ന നാടിൽ നിന്ന്, തങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും ഒരു കൂട്ടിവെച്ച ഒരു നാട്ടിൽ നിന്ന്, തന്റെ അയൽപ്പക്കക്കാർ, തന്റെ കൂട്ടുകാർ, തന്റെ സഹപാഠികൾ വടിവാള് കൊണ്ട് തെരുവുകളിലൂടെ യുദ്ധം നടത്തിയതിന്റെ പേരിൽ കിട്ടിയ സമ്പാദ്യം മാറോട് ചേർത്ത് പിടിച്ച് ഒരു നാട്ടിൽ നിന്ന്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോകുന്ന രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, 4000 വരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള ഇതര മതവിഭാഗങ്ങളുടെ വർഗീയ കലാപങ്ങളുടെ പേരിൽ ഈ നാട്ടിൽ പലായനം ചെയ്യുന്ന ആബാലവൃദ്ധം മനുഷ്യരുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക. 7.5 പതിറ്റാണ്ട് പിന്നിട്ട നരേന്ദ്രമോദിന്റെ അധികാരത്തിലിരിക്കുന്ന 7.5 പതിറ്റാണ്ട് പിന്നിട്ട സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ പ്രയോഗങ്ങളിൽ പോലും കർഷക ആത്മഹത്യ, വിലക്കയറ്റം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സംവിധാനമില്ലാത്തത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയ്യിലുള്ളവരാണ്. ഈ നാട്ടിൽ പിറന്നു വീണ തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ ആശുപത്രിയിൽ നിന്ന് മരണപ്പെട്ടതിന് ശേഷം തന്റെ ഗ്രാമത്തിന്റെ ഉൾഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ വാഹനം ലഭിക്കാതെ ആ മൃതശരീരം ഒരു പായയിൽ പൊതിഞ്ഞ്
ഒരു കൈയിൽ തന്റെ പെൺമകളുടെ കൈ പിടിച്ച് മറു കൈ കൊണ്ട് തന്റെ പ്രിയതമയുടെ ശവശരീരം തന്റെ തലയിൽ ചുമന്ന് കിലോമീറ്ററുകൾ നടന്ന് തന്റെ ഉൾഗ്രാമത്തിലേക്ക് പോകുന്ന മനുഷ്യന്റെ ചിത്രം വരുന്നത് 7.5 പതിറ്റാണ്ട് പിന്നിട്ട് ഈ സ്വതന്ത്രാനന്തര ഭാരതത്തിലാണ്. അവിടെയാണ് RSSന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുത്തലാഖ്, RSSന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏക സിവിൽ കോഡ്, RSSന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വഖഫ് ഭേദഗതി, RSSന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗ്യാൻവാപ്പി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുടെ തർക്കങ്ങൾ. ഈ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റാൻ RSSന്റെ ബുദ്ധികേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെന്താണ് പരിഹാരം? ആരാണ് ഈ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ എതിർത്ത് തോൽപ്പിക്കേണ്ടത്? ഇവിടെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യതാണ്, നിങ്ങൾ എവിടെയുള്ളത്? പാർലമെന്റിൽ 4, രാജ്യസഭയിൽ 2, ആകെ കൂടി പോയാൽ 10. നിങ്ങൾ ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ RSSനെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് എന്ത് പങ്കുവഹിക്കാൻ സാധ്യമാണ്? നമ്മുടെ മുമ്പിൽ ഉയരുന്ന, കേരളത്തിൽ ഉയർത്തുന്ന, അല്ലെങ്കിൽ ബോധപൂർവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ ചോദ്യം അതാണ്. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന് ഈ സംഘപരിവാർ കാലത്ത് നിങ്ങൾക്ക് എങ്ങനെ ഈ സംഘപരിവാരത്തെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ത്രാൺ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന് സാധ്യമാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷം, CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം എന്തെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇന്ത്യയിലെ RSSനെതിരായ പോരാട്ടത്തിൽ വിജയം നേടാൻ സാധ്യമാണ് എന്ന്? കോൺഗ്രസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷം അങ്ങനെ ഒരു അവകാശവാദം ഈ നാടിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 5 കൊല്ലക്കാലം കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല, പ്രതിപക്ഷ പദവി ഒഴിഞ്ഞിട്ടതായിരുന്നു. എങ്ങനെയാ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവിന്റെ പദവി, ക്യാബിനറ്റ് റാങ്ക് ലഭിച്ചത്? എങ്ങനെയാ? കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ആണോ? ഈ രാജ്യത്ത് RSSനെതിരായി മതേതര ശക്തികളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മ ഒരു വലിയ ക്യാൻവാസിലേക്ക് കൊണ്ടുവരണമെന്ന് CPIയും CPMഉം ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ കൊണ്ടുവന്ന ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സംഘപരിവാര രാഷ്ട്രീയത്തെ എതിർക്കുന്ന മുഴുവനും മനുഷ്യരെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുപോയി ഇരുത്തി ആ ചർച്ചകളിൽ നിന്ന് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന രാഷ്ട്രീയ രൂപീകരണത്തിലേക്ക്, സഖ്യ രൂപീകരണത്തിലേക്ക് ഈ നാട് കടന്നു പോകുന്നത്. സീതാറാം യെച്ചൂരിയും D രാജയും ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിയ അഹോരാത്രമായ ശ്രമഫലങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ മുമ്പിലുണ്ട്. കോൺഗ്രസ് സഖ്യത്തിലും സഖ്യത്തിലല്ലാതെയുമായി മത്സരിച്ച സീറ്റുകളുടെ വോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിക്കുക. 100 സീറ്റ് തികഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് ബീക്കൺ ലൈറ്റുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗികമായ വാഹനത്തിലേക്ക് വലതുകാല വെച്ച് കയറാൻ ഭാഗ്യം ലഭിച്ചത് ഇന്ത്യൻ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയപരമായ ആശയത്തിന്റെ അടിത്തറയിൽ ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് പുറമുകൊണ്ടപ്പോഴാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മത്സരിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തിൽ RSSന്റെ ഹിന്ദുത്വ രാഷ്ട്ര സംസ്ഥാപനത്തിലേക്കുള്ള വഴിയിൽ 64 സീറ്റ് നഷ്ടപ്പെട്ട് 243 സീറ്റുമായി BJPക്ക് ഇന്ത്യയുടെ പൊതുതെരഞ്ഞെടുപ്പിൽ തിരിച്ചു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയില്ല. നിങ്ങൾ നോക്ക്, നമ്മളൊന്നുമല്ലാത്ത കാലത്ത് RSS ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ വിലയിരുത്തിയിട്ടുണ്ട്. RSSന്റെ ആധികാരിക ഗ്രന്ഥമായ ബെഞ്ചോസോഴ്സിൽ വിചാരധാരയിൽ അവർ പറയുന്നുണ്ട്, ഒന്നാമത്തെ ശത്രു ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ശത്രു ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തെ ശത്രുവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എണ്ണിയിട്ടില്ല, മൂന്നാമത്തെ ശത്രുവായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എണ്ണിയിട്ടില്ല, മൂന്നാമത്തെ ശത്രുവായി കേരള കോൺഗ്രസിനെ എണ്ണിയിട്ടില്ല. ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും RSS എണ്ണിയിട്ടില്ല. ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ശേഷം ഇന്ത്യയിലെ ഇടതുപക്ഷം ഒന്നുമല്ലാത്ത കാലത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ RSSകാരൻ 1900 ചില്ലാനം മുമ്പ് ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തിയില്ലാത്ത ഒരു കാലത്ത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ശത്രുവായി എണ്ണിയിട്ടുണ്ടെങ്കിൽ അഭിമാനബോധത്തോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ വേണ്ടി കഴിയും, RSS ഭയപ്പെടുന്നത്, RSS പേടിക്കുന്നത്, RSS പ്രയാസപ്പെടുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ആശയ വ്യക്തതയിലും ആദർശ ധീരതയിലും അതിന്റെ പ്രവർത്തന
എസിന്റെ പ്രവർത്തന രീതിയിലല്ല. RSS ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് ആണ് തടസ്സമെങ്കിൽ, RSS ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ലീഗാണ് തടസ്സമെങ്കിൽ, RSS ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയാണ് തടസ്സമെങ്കിൽ അവർ എഴുതി വെക്കുമായിരുന്നല്ലോ. പക്ഷേ ഇന്ത്യയിൽ RSS എഴുതി വെച്ചത് എന്താ? RSS എഴുതി വെച്ചത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ശേഷം ഇന്ത്യയിൽ ഞങ്ങൾ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തെയാണ്. അഭിമാനത്തോടുകൂടി പറയാം, ഇന്ത്യയിൽ RSS ഇന്ത്യയിലെ കമ്മ്യൂണിസത്തെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ചങ്കുറപ്പും ബലവും ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനാണ് എന്ന് RSSന് ബോധ്യമുണ്ട്, മറ്റാർക്കും ബോധ്യമില്ലെങ്കിൽ. നിങ്ങൾ നോക്ക്, 2014 നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം RSSന്റെ ഭരണത്തിന് കീഴിൽ കോൺഗ്രസിനുണ്ടായ നഷ്ടത. കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രവർത്തകന്റെ രോമകുഞ്ചത്തിന് പരിക്ക് പറ്റുമോ? ഏതെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ രോമകുഞ്ചത്തിന് പരിക്ക് പറ്റിയോ? RSSന്റെ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അഴിമതിയുടെ പേരിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിൽ കേസെടുത്തതും അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചതൊന്നും ഇതുമായി കൂട്ടിക്കെട്ടണ്ട. ആശയപരമായി RSSന് എതിരിട്ടതിന്റെ പേരിൽ RSSന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു സഖാവിന്റെ, ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന്റെ നേരെ കത്തിയുമായി തോക്കുമായി RSS കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ നേരെയാണ്, കോൺഗ്രസിന്റെ നേരെയല്ല, മുസ്ലിം ലീഗിന്റെ നേരെയല്ല. നിങ്ങൾ കൃത്യമായി 2014 ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ എടുത്ത് പരിശോധിക്കുക. ഗോവിന്ദ ബൻസാലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്, മഹാരാഷ്ട്രയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. മഹാരാഷ്ട്രയിൽ CPI വലിയ ശക്തിയായതുകൊണ്ടല്ല RSSകാരൻ ഗോവിന്ദ ബൻസാലെയും അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രഭാത സവാരി കഴിഞ്ഞ് വീടിന്റെ ഗേറ്റ് കിടന്ന് തിരിഞ്ഞു നിന്ന് വീടിന്റെ കുറ്റിയിടുമ്പോ 2 പേർ ബൈക്കിൽ വന്ന് RSSകാർ ഈ ഗോവിന്ദ ബൻസാലയെ നെഞ്ചകം നോക്കി വെടിയേറ്റ് ഗോവിന്ദ ബൻസാലെ പടഞ്ഞു വീണ് മരിച്ചത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തെ, എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്തെ, മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കൊണ്ടല്ല. ആശയപരമായി ഗോവിന്ദ ബൻസാലയുടെ മുമ്പിൽ, ആദർശപരമായി ഗോവിന്ദ ബൻസാലയുടെ മുമ്പിൽ ഈ രാജ്യത്തെ ചരിത്രം പറഞ്ഞ് RSSകാരനെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ചപ്പോഴാണ് ഗോവിന്ദ ബൻസാലെ എന്ന് പറയുന്ന ദുഷണാശാലിയായ കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ചകം നോക്കി RSS വെടിവെച്ചതും അദ്ദേഹം ഈ രാജ്യത്ത് പടഞ്ഞു വീണ് മരിച്ചതും. ഗോവിന്ദ ബൻസാലെ മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വേദികളിൽ സ്ഥിരസാന്നിധ്യങ്ങളായ MM കൽബുർഗി RSSകാരാൽ വെടിയേറ്റ് മരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. ഗൗരി ലങ്കേഷ് RSSകാരാൽ വെടിയേറ്റ് മരിക്കുന്നത് ഈ നരേന്ദ്രമോദിയുടെ കാലത്താണ്. നരേന്ദ്ര ദബോൽക്കർ RSSകാരാൽ വെടിയേറ്റ് മരിക്കുന്നത് ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായ പെരുമാൾ മുരുകൻ ഞാൻ എഴുത്തു നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തെ RSSന്റെ സംഘപരിവാരത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. ഫാദർ സ്റ്റാൻ സ്വാമി, ഇന്ത്യ കണ്ട മനുഷ്യാവകാശ പ്രവർത്തകൻ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നയാൾ, ഒരു സ്ട്രോക്ക് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോ വെള്ളം കുടിക്കാൻ തന്റെ കൈ പൊങ്ങാത്ത വന്ധ്യവയോധികനായ ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിലേക്ക് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ വേണമെന്ന് പറഞ്ഞപ്പോ അതുപോലും നിഷേധിച്ച് ജയിലറക്കുള്ളിൽ പടഞ്ഞു വീണ് മരിച്ച സ്റ്റാൻ സ്വാമിയെ കൊലപ്പെടുത്തുന്നത് ഈ RSSന്റെ സംഘപരിവാരത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര്, ഒരു ലീഗ് നേതാവിന്റെ പേരിലെങ്കിലും 2014 ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ കാണിക്കുക. നഷ്ടമാരിക്ക എന്തുകൊണ്ട് ഞങ്ങളുടെ നേരെ, എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേരെ? RSS എന്തിനാ ഇടതുപക്ഷത്തിന്റെ നേരെ ഇങ്ങനെ പാഞ്ഞു വരുന്നത്? പാർലമെന്റിലെ എണ്ണത്തേക്കാൾ, നിയമസഭകളിലെ MLA-മാരുടെ എണ്ണത്തേക്കാൾ ഈ നാട്ടിൽ RSS ഭയക്കുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തെയാണ് എന്ന് ഉത്തമമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. പാർലമെന്റിലുള്ള എംപർമാരുള്ള എല്ലാ പാർട്ടികളും ഉണ്ടായിട്ടും, നിയമസഭകളിൽ സ്വാധീനമുള്ള പാർട്ടികൾ ഉണ്ടായിട്ടും, ഇന്ത്യ മഹാരാജ്യത്ത് 2014 മുതൽ ചുവന്ന് കൊടുപിടിച്ച കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ചകം നോക്കി മാത്രം RSSന്റെ വെടിയുണ്ടകൾ പാഞ്ഞു വരുന്നുണ്ടെങ്കിൽ അഭിമാനബോധത്തോടുകൂടി പറയുവാൻ വേണ്ടി കഴിയും, RSSകാരൻ ആരടാ എന്ന് ചോദിക്കുമ്പോ ഞാനടാ എന്ന് പറയാൻ ചങ്കുറപ്പും കെൽപ്പുമുള്ളത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനാണ്, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനാണ്, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനാണ് എന്ന് അഭിമാനബോധത്തോടുകൂടി നമുക്ക് പറയാൻ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവർക്ക് പറയാൻ കഴിയും. കോൺഗ്രസിനല്ല, മുസ്ലിം ലീഗിനല്ല. ആ ഉത്തരവാദിത്വം ഇന്ത്യൻ ഇടതുപക്ഷം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അതിന് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് മാത്രം സാധ്യമാണ് എന്നൊരു വാദമൊന്നും നമുക്കില്ല. എല്ലാവരും ചേരുന്ന ഒരു മുന്നണി, എല്ലാവരും ഐക്യപ്പെടുന്ന ഒരു കാലം,
എല്ലാവരും ഒരുമിച്ചെതിർക്കേണ്ട ഒരു കാലം. ആ രാഷ്ട്രീയത്തെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഞങ്ങളെ നാട്ടിൽ പറയാറുണ്ട്, മകൻ മരിച്ചിട്ടാണെങ്കിലും മരോളെ കണ്ണീര് കണ്ടാൽ മതി എന്നാണ് അമ്മായിമ്മ പറയാം. എന്താണെങ്കിലും ശരി, ഇടതുപക്ഷം ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി, ഒന്ന് തോറ്റ് കിട്ടിയാൽ മതി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്, ലീഗിന്റെ നിലപാട്, ഈ രാജ്യത്തെ BJP-യുടെ നിലപാട്. കഴിഞ്ഞ 8 കൊല്ലക്കാലം പൂർത്തീകരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. കുറ്റങ്ങളില്ല, കുറവുകളില്ല എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്, വിമർശിക്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. അത് വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ് എന്ന കാര്യത്തിലും CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യാതൊരു വ്യത്യസ്തമായ അഭിപ്രായവും ഇല്ല. ആ നിലപാട് സ്വീകരിച്ച പാർട്ടി തന്നെയാണ് CPI ഇന്നലകളെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെല്ലാം കേരളത്തിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും തെറ്റാണ് എന്ന് ആർക്ക് പറയാൻ കഴിയും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ഒന്നാം ഇടതുപക്ഷ സർക്കാരിന് ശേഷം രണ്ടാം ഇടതുപക്ഷ സർക്കാർ എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്തി 91 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ അധികാരത്തിൽ വന്നത് 3.5 കോടി മലയാളിക്ക് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങളെ തങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ ലഭ്യമായതുകൊണ്ടാണ്. നിങ്ങൾ നോക്ക്, ലോകത്തിന്റെ മുമ്പിൽ മഹാമാരി പ്രത്യക്ഷപ്പെട്ട കാലം. ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ലോകത്തിലെ സമ്പന്നതയുടെ മടിത്തട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്ക പോലെയുള്ള, ജപ്പാൻ പോലെയുള്ള, ഇറ്റലി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ആശുപത്രികളിലെ വരാന്തകളിൽ തണുത്ത് വിറക്കുമ്പോൾ മേലെ ഇട്ടുകൊടുക്കാൻ ഒരു കമ്പിളി പുതപ്പ് പോലുമില്ലാതെ മനുഷ്യർ ഈയാം പച്ചകളെ പോലെ വഴിയരികിൽ വീണ് മരിച്ച ഒരു കാലത്ത്, മഹാമാരിയുടെ കാലത്ത്, ആകാശങ്ങൾ നിശ്ചലമായ കാലം, ട്രെയിനുകൾ നിശ്ചലമായ കാലം, ഈ വഴികളെല്ലാം വിജനമായ കാലം, പണിശാലകൾ വിജനമായ കാലം, വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട കാലം, തൊഴിലിടങ്ങൾ നിർവിജനമായ കാലം, ലോകത്തിന്റെ ചരിത്രത്തിൽ ഞാനും നിങ്ങളും ഇനി നമ്മുടെ പുരുഷായത്തിൽ ഒരിക്കൽ പോലും വന്ന് ഭവിക്കരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച മഹാമാരിയുടെ കാലം, 3.5 കോടി മലയാളി വീട്ടകങ്ങളിലേക്ക് ഒതുങ്ങിയ ഒരു കാലം ഈ കൊച്ചു കേരളത്തിൽ കടന്നുപോയപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ഈ കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത്. 3.5 കോടി മലയാളി വീട്ടകങ്ങളിലേക്ക് ലോക്ക്ഡൌണിന്റെ കാലത്ത് പുറത്തിറങ്ങാൻ അയൽപ്പക്കാരനോട് വർത്തമാനം പറയാൻ, ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കാൻ പോലും ഭയപ്പെട്ട ആധിയുടെ വ്യാധിയുടെ മഹാഭാരിയുടെ കാലത്തിലൂടെ നമ്മുടെ ഈ കൊച്ചു കേരളം കടന്നുപോയി. തന്റെ വീട്ടിൽ സൂക്ഷിച്ച അവസാനത്തെ നാടി അരിയും തിളപ്പിച്ച് തന്റെ കുട്ടികൾക്ക് കൊടുക്കുമ്പോ നെഞ്ചത്ത് നിലവിളിക്കുകയാണ് പാവപ്പെട്ടവനും പണക്കാരനുമില്ലാതെ 3.5 കോടി മലയാളി. നാളെ നേരം വെളുക്കുമ്പോ പടച്ച റബ്ബേ, ഞാൻ എന്തെന്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു വിളമ്പി കൊടുക്കുമെന്ന് ആദ്യകൂട്ട 3.5 കോടി മലയാളിയുടെ വീടിന്റെ ഉമ്മറപ്പടി കടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഔദ്യോഗികമായി നിയമിച്ച വളണ്ടിയർമാർ ഭക്ഷ്യക്കിറ്റുമായി കടന്നു വന്നപ്പോ ലോകത്തിൽ സമാനതകളില്ലാതെ തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിലേക്ക് ചേർത്ത് വെക്കുന്നത് പോലെ 3.5 കോടി മലയാളിയെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തങ്ങളുടെ ചിറകിനടിയിലേക്ക് ചേർത്ത് വെച്ചത് ലോകത്ത് സമാനതകളില്ലാത്ത ഒരു ഭരണ പ്രവർത്തനമായിരുന്നു, ഒരു ഗവൺമെന്റിന്റെ നടപടിയായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ സമാനതകളില്ലാതെ വോട്ടുള്ള 3.5 കോടി മലയാളിക്ക് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭക്ഷണം കൊടുത്തത്. വോട്ടില്ലാത്ത ആനക്ക് ഭക്ഷണം കൊടുത്ത ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പട്ടികൾക്ക്, പറവകൾക്ക്, ഈ തെരുവിലൂടെ നടന്നു പോകുന്ന പട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. പടച്ച റബ്ബ് ജീവനിട്ട സർവ്വ മനുഷ്യർക്കും പക്ഷിലതാദികൾക്കും ഭക്ഷണം കൊടുത്ത് അതിജീവനത്തിന്റെ പാതയിലേക്ക് കൈപ്പിടിച്ചുയർത്തി മഹാമാരിയുടെ കാലത്ത് ഈ നാടിനെ മുന്നോട്ട് നയിച്ചത് ഈ ചുവന്ന് കൊടിപിടിച്ച കമ്മ്യൂണിസ്റ്റുകാരന്റെ ഗവൺമെന്റാണ്. എന്തിനാണ് വോട്ടില്ലാത്ത പട്ടിക്ക് ഭക്ഷണം കൊടുത്തതെന്ന്, എന്തിനാണ് വോട്ടില്ലാത്ത ആനക്ക് ഭക്ഷണം കൊടുത്തതെന്ന്, എന്തിനാണ് വോട്ടില്ലാത്ത ഈ നാട്ടിലെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുത്തതെന്ന് നമ്മളെ കളിയാക്കിയ UDF-കാരനോട് ഈ നാടിന്റെ രാഷ്ട്രീയം പറഞ്ഞു, ഈ നാടിലെ മനുഷ്യർ പറഞ്ഞു. ഈ ചുവന്ന് കൊടിപിടിച്ചതിന്റെ മാനവികമായ രാഷ്ട്രീയത്തെ ഏത് മനുഷ്യൻ പട്ടിണി കിടന്നാലും, ജീവനുള്ള ഏത് പീഡനം അനുഭവിച്ചാലും, ജീവനുള്ള ആര് പട്ടിണി കിടന്നാലും ആ പട്ടിണി തന്റെ പട്ടിണിയാണെന്ന് കാണുന്ന മാനവികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, ആ മാനവിക രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3.5 കോടി മലയാളിയും, മലയാളിയുടെ മൃഗങ്ങളും, മലയാളിയുടെ പക്ഷികളും, മലയാളിയുടെ സർവസ്വവും ആ മഹാമാരി കാലത്തെ അതിജയിച്ച് മുന്നോട്ട് പോയത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നാട്ടിലെ 3.5 കോടി മലയാളിയുടെ ജീവിത പരിസരങ്ങളിലേക്ക് മഹാമാരിയെ പോലെ ഇറങ്ങി വന്ന ഒരു കാലം, ആ കാലം ഈ നാട് അംഗീകരിച്ചപ്പോഴാണ് രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിനകത്ത് അധികാരത്തിൽ വന്നത്. ഏത് മേഖലയിലാണ് ഇടതുപക്ഷം സ്പർശിക്കാതെ പോയത്? നന്ദി, നമസ്കാരം. ഏത് മേഖലയിലാ? ഈ മലയാളി സാധാരണക്കാരായ മനുഷ്യൻ അധ്വാനിക്കുന്ന, മണ്ണിൽ അധ്വാനിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ രക്ഷിതാക്കളുടെ ഹൃദയത്തിൽ നമ്മൾ ആരും അറിയാത്തവർ ആദ്യം ഉണ്ടായിരുന്നു ഈ കേരളത്തിനകത്ത്.